സോമേ എന്തോ ഈ മിഷൻ കൊണ്ട് എന്താണ് താനും കണ്ട് വലിയ പണിയുന്ന കണ്ട് ഇത് തന്നെ നടുവില്ല. ഇത് ചേന നടന്ന ചേനക്കുഴി എടുത്തത്. ഇതാണ് ഇതുകൊണ്ട് ഇങ്ങനെ ചേനക്കുഴിയാ കുത്തിയത്. ഇതങ്ങ് വെച്ച് കൊടുത്താൽ മതി. 1 മണിക്കൂർ കൊണ്ട് ഏകദേശം 100-120 ചേനക്കുഴി തീരും. 1 മണിക്കൂറിൽ 1 മണിക്കൂറിൽ സപ്പോർട്ടീവ് ആയിട്ട് അല്ലല്ല 60 മിനിറ്റ് കൊണ്ട് 120. അപ്പൊ 1 മിനിറ്റ് രണ്ട് കുഴി. അപ്പൊ ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഒരാളുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 120 ചേന നടുവല്ലോ. ഇത് കിട്ടും. ഇത് ഭയങ്കര അതുപോലെ തന്നെ തിരിച്ചു മൂടുകയും ചെയ്യും. ഇതിന്റെ പെട്രോൾ ചെലവൊക്കെ എങ്ങനെയുണ്ട്? ഒരു അവറിൽ ഒരു 1.25 അവറിന്റെ ഇടയിലായിട്ട് 1 ലിറ്റർ. അപ്പൊ ഇത് പണിക്കാരന് കൊടുക്കുന്ന കാശ് വെച്ച് നോക്കുമ്പോൾ വളരെ ലാഭകരമാണ്. ഇത് മെക്കനൈസ്ഡ് ആകുക, കൃഷിക്കാരൻ മെക്കനൈസ്ഡ് ആകുക. വിത്ത് ചേനയാണോ ഇത്? ഇത് വിത്തിയാനയാ. തലാം പറിച്ചെടുത്ത് ഞാൻ പറിച്ചിട്ട് മുള കുത്തി വെച്ച് ഇതിന്റെ സെന്റർ കുത്തി എടുത്ത് കളഞ്ഞതാണ് ഈ കുഴി കാണുന്നത്. ഈ കുഴി കുത്തി അങ്ങ് വെച്ചേക്കും. പിന്നെ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പോകല. തീരെ ചെറിയ മുളയാണുള്ളത്. അത് കയറി വന്നോളൂ. ഈ സാധനം ഇതിന്റെ വക്കത്തെല്ലാം ഇത് കണ്ടോ? ഈ വക്കത്തൊക്കെ ഇതൊരു മുള. ഇത് ഞാൻ മുറിക്കാൻ പോവാ. സാധാരണ നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ചേന മുറിക്കുന്നത് എങ്ങനെയായിരുന്നു? ഞങ്ങള് വലിയൊരു കത്തിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വലിച്ചു ഇരുന്ന് മുറിക്കും. എന്നാ ഇതൊരു പുതിയ ഏരിയ. ഇത് മനുഷ്യൻ ഒരു അധ്വാനവും ഇല്ല അല്ലേ? ഒരു അധ്വാനവും ഇല്ല. അതൊന്നിച്ച് വെക്കുവോ അത് രണ്ടായിട്ട് വെക്കുവോ? അത് ഇതിപ്പോ ഏകദേശം ഒരു 2 കിലോ അല്ല 1.5 കിലോ 1 കിലോ 1.5 കിലോ ഉണ്ട്. വലിഞ്ഞു പോയത് കാരണം 1.5 കിലോ ഉണ്ട്. ഇത് രണ്ടാക്കും. ഇത് മുളയുടെ ലെവൽ അനുസരിച്ച് നമുക്ക് കിട്ടും. ഇത് വളരെ ഈസി. 3 കഷ്ണമായി. ഇത് രാകാനോ പിടിക്കാനോ ഒന്നും പോകണ്ട. കറക്റ്റ് നമുക്ക് എതിരാ പറഞ്ഞതല്ല. ഇപ്പൊ ഇതേ ഈ മുള കിട്ടി. നട്ട് കാണിക്കാം. ഇത് സെൻട്രലോട്ട് വെച്ചു. ഇതിന് അടിസ്ഥാന വളമായിട്ട് ചാണകമല്ല ഇടുന്നേ? എല്ലാരും ഇടുന്നത്. എന്നാ ഞാൻ വേറെ ചില ടിപ്സാണ് ചെയ്യുന്നത്. അതെന്താ? അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇപ്പം മെഷീന് കുഴിയെടുത്തു. കുഴിയെടുത്തു കഴിഞ്ഞാൽ ഇത് തീരാറായി. ഇത്ര ചേന ഇത് വാമെന്ന് പറഞ്ഞ സംഭവമാണ്. വാമ. ഇത് സൂക്ഷ്മാണുജീവികളുടെ കേന്ദ്രം. ഇത് ഇപ്പൊ ഈ സാധനം വാമെടുത്ത് ഈ കവളയിലോട്ട് ഇങ്ങനെ മുത്തി കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഇടുന്നത് ചാണകപ്പൊടി. ഒരു കവള്. ഇത് ഇത്ര ചാണകപ്പൊടി അങ്ങ് ഇട്ട് കൊടുത്തേക്കും. ഇപ്പൊ ഈ മണ്ണിലെ നനവും കൊണ്ട് ഇന്ന് ഈ ചാണകപ്പൊടിക്കകത്ത് നനവ് കയറി കഴിയുമ്പോൾ ഇത് മുഴുവൻ വാമായിട്ട് വരികയാണ്. ഇനി ഇതിന് ഇത്രയുള്ള ചാണകപ്പൊടിയുടെ ആവശ്യം. ഇത് ഫോസ്ഫറസാ. ഈ 250 ഗ്രാം 300 ഗ്രാം അടുത്ത് കാണുമായിരിക്കും. ഇത് ഫോസ്ഫറസ് ഇട്ട് കൊടുത്തു. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാല് ആ കുഞ്ഞിന് നമ്മൾ ആദ്യം കൊണ്ടുപോയി പൊറോട്ടയും ചില്ലി ചിക്കനും കൊടുക്കില്ല. ബേബി ഫുഡ്സ് അല്ല കൊടുക്കുന്നത്. ഏത് സാധനം നട്ടെന്ന് പറഞ്ഞാലും ചെടികൾക്ക് ബേബി കാലഘട്ടങ്ങളിൽ പൈതലായിരിക്കുമ്പോൾ അവർക്ക് കയറി വരാൻ വേണ്ടി ഫോസ്ഫറസ് ആവശ്യമാണ്. നമ്മുടെ ഇവിടുത്തെ ജില്ലയിൽ ഫോസ്ഫറസ് ഉണ്ട്. ഇതിനകത്ത് വേറൊരു സംഭവം ഞാൻ കാണിക്കത്തില്ല, ഞാൻ കൂട്ടിപ്പോയി. എക്കോ ഷൂട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിനെ ബൂം ചെയ്തെടുക്കാൻ, ഈ ഫോസ്ഫറസിനെല്ലാം ബൂം ചെയ്ത് കൊടുക്കാൻ. ആ സാധനത്തിനകത്ത് ഇട്ടുപോയി. ഫോസ്ഫറസും എക്കോ ഷൂട്ടും കൂടെ ചേർന്ന സാധനമാണ് ഇതിപ്പം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള സാധനം വാം ചേർന്നു, ഫോസ്ഫറസ് ചേർന്നു, ഫോസ്ഫറസിനെയും വളങ്ങളെ എടുത്തു കൊടുക്കാനുള്ള എക്കോ ഷൂട്ട് ചേർന്നു. പിന്നെ അടുത്ത ചാണകപ്പൊടി കുറച്ച് ഇതിനെ ഒന്ന് ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മണ്ണിട്ട് മൂടാന്നുള്ള കേസ് കൊടുക്കും. ഇത് മണ്ണിട്ട് നമ്മൾ മൂടിക്കഴിഞ്ഞാൽ ചേന നട്ടു. മണ്ണിട്ട് മൂടുന്നത് കൈകൊണ്ടാണോ തൂമ്പാ കൊണ്ട്? അല്ല, മിഷനെ തന്നെ. അത് ശരി, മിഷനെ തന്നെ. മെഷീൻ എവിടുന്നാ സമ്പാദിച്ചത്? ഇത് സാധാരണ ഒലിയമാക്കിന്റെ കൂടിയ മെഷീനാണ് ഇത്. ഇതിന് പവർ എനിക്ക് ആ മെഷീന്റെ പവർ പറയാൻ എനിക്ക് അറിയത്തില്ല. HP കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലോട്ട് ഞാൻ പുല്ലുവെട്ടുന്ന സാധാ മെഷീനാണ്, പവർ കൂടിയത്. അതിലോട്ട് ഞാൻ ഈ സംഭവം മേടിച്ച് കയറ്റിയതാ. ഇത് 3 ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പില് ഇത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് നേരെ ഇരിക്കും,
ഒന്ന് സ്വല്പം ചെരിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് ചെരിവും ഇങ്ങോട്ടൊരു മലരിച്ചുണ്ട്. ഈ സാധനമാണ് ഏറ്റവും നല്ലത്, എഫക്റ്റീവ്. ഇതാ കയറുള്ളൂ. ഇല്ലാത്ത സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഈ കാലിന്റെ ഇടയ്ക്കട വന്ന് പുള്ളു ഇങ്ങനെ മണ്ണ് പോയിക്കൊണ്ടിരിക്കും. കാലിന്റെ പുള്ളിരിക്കിട്ട് അടി കിട്ടും, അപകടമാണ്. ഇതാണ് ഏറ്റവും. അതുകൊണ്ട് ഞാനൊരു 3 മേടിച്ച ഇരിപ്പുണ്ട്. ഇതുകൊണ്ട് ചേനക്കുഴി എടുക്കാം. കിളച്ചിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വാഴക്കുഴി എടുക്കാം. വാഴക്കുഴി കളച്ചിട്ടിരിക്കുന്ന കളച്ചിട്ടിരിക്കുന്ന വാഴക്കുഴി എടുക്കാം. കപ്പയിലട കളയ്ക്കാനും കപ്പക്കൂഞ്ഞിലെടുക്കാനും ഇതുപോലെ തന്നെ മണിക്കൂറിൽ 100 വെച്ച് പിടിക്കും. കൂടുതലൊന്നും വേണ്ട. 100 കുഴി വെച്ച് അല്ലെങ്കിൽ 100 വെച്ച് നമുക്ക് മൂടിയിടാം. അല്ല 100 കപ്പ ഉടലെടുക്കാൻ പറ്റും. പുല്ല് വെട്ടുന്ന മെഷീനിൽ പിടിപ്പിച്ചതാണെന്ന് പറഞ്ഞല്ലോ. ഇത് പിടിപ്പിച്ചത് വാങ്ങിക്കാൻ കിട്ടുമോ, അതേ നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങി പിടിപ്പിക്കണോ? ഇതിന്റെ പുല്ല് വെട്ടുന്ന മെഷീനിലോട്ട് ഈ സാധനം ഞാൻ ഈ യൂണിറ്റ് മുഴുവനായിട്ട് മേടിക്കുക ചെയ്ത്. യൂണിറ്റ് മേടിച്ചിട്ട് ഈ സാധനം നമ്മൾ പഴയതും പുതിയതെല്ലാം എടുത്ത് നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് നമ്മള് ഭാവനയിൽ തിരിച്ചെടുത്തു. എന്റെ ഇത്ര ചെരുവില്ലായിരുന്നു. ആദ്യം മേടിച്ച് കറക്റ്റ് ലെവലിലിരുന്നു. അത് താഴുകയല്ല, ചാടി പോയി. അത് കോഴി ഫാമിൽ കോഴി വേസ്റ്റ് അല്ല വളവിളക്കാൻ ഫസ്റ്റ് സാധനമാണ്. മറ്റേത് ഇത് പറ്റുന്നില്ല. അത് നല്ലതാണ് ചെരുവ്. ഈ ചെരുവും ഈ സാധനങ്ങളും ഉണ്ടായിരിക്കണം. ഇത് ഓൺലൈനിൽ ഈ യൂണിറ്റ് കിട്ടും. ഈ സാധനത്തിന് ഒരു 5000 രൂപ. ഇത് ഈ ചൈന സാധനത്തിന് വിലയുണ്ട്. പക്ഷേ ഒറിജിനൽ ഒലിയമാക്കൻ്റെ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 16,000 രൂപയോ 16,000 രൂപ കൊണ്ട് വിലയാണ്. പക്ഷെ അവിടെ കിടന്നോളൂ, പോവുകയില്ല. അന്നേരം അത് അകത്തെ ക്രൗണും വണ്ടിയുടെ പോലെ തന്നെ ക്രൗണും പെനിയനും സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇത് ഞാൻ ഈ 5000 രൂപ, ഇപ്പം 5000 രൂപയാണ്. 5000 രൂപ ആയിട്ടുണ്ട്. 5000, 6,000 രൂപയ്ക്ക് ഇടയിലായിട്ടുണ്ട്. സാധനം മേടിച്ച് കഴിഞ്ഞിട്ട് പോകുന്നു. അത് യൂസ് എന്തോ ഈ സാധനം എനിക്ക് ബിൽഡിംഗ് സെറ്റ് ഉള്ള കാരണം ബിൽഡ് ചെയ്ത് ഞാൻ കാര്യം നടക്കും. നമുക്ക് എത്ര മുടക്കല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓൺലൈനിൽ അല്ലാതെ ഇതെന്താ നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിൽ ഇവിടെ ഉണ്ടോ, വാങ്ങാനുണ്ടോ? മാർക്കറ്റിലുണ്ട്. പക്ഷെ അറിയാവുന്ന കടക്കാരന് ഇതിനകത്ത് കുഴപ്പം എന്താ വെച്ചാൽ എല്ലാവരും ചെന്ന് ഓൺലൈനിൽ മേടിച്ചിടും. പക്ഷെ ഇതിന്റെ അകത്ത് റാഡുണ്ട്. ആ റാഡ് ഇതിനകത്ത് മില്ലിങ്ങും ഇതിന് തലപ്പത്തെ മില്ലിങ്ങുമായിട്ട് സൂട്ടായിരിക്കണം. എക്സാമ്പിൾ ഇത് 12-13 കണ്ട. ഇവിടെ 12-13 അല്ല 10 ആണെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ മില്ലിങ്ങാ, കറങ്ങിപ്പോവും. അങ്ങനെ ഒരു കുഴപ്പം ഇതിനകത്തുണ്ട്. അപ്പൊ അത് അറിയാവുന്ന ഒരു കടക്കാരൻ സെറ്റ് ചെയ്തിരുന്നു. അവിടുത്തെ ട്യൂണിങ് കറക്റ്റ് ആയിരിക്കണം. ഇവിടുത്തെ കറക്കത്തെ പുല്ലുവിട്ടത്തെ കറക്കത്തെ ആ കറക്കത്തെ ഈ കറക്കം നേരെ തിരിച്ചാക്കിയിട്ട് ആ കറക്കത്തെ എണ്ണം കുറയ്ക്കണം. മറ്റൊരു എക്സാമ്പിൾ 1000 കറക്കുമ്പോൾ ഇത് 100 കറങ്ങുന്നു. ആ കറക്കത്തെ അവിടെ ക്രമീകരിക്കണം. ആ കഴിവ് അങ്ങനെ അത് കുഴി എടുക്കാൻ ഉപയോഗിക്കാം. ഞാൻ കണ്ടതില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് കൊണ്ട് ഒരു 50 ഏക്കർ എൻ്റെ കപ്പത്തോട്ടം മുഴുവൻ കളച്ച് തീർത്തിരിക്കുന്ന ഈ ഒരൊറ്റ മെഷീൻ ഇട്ടാ. 50 ഏക്കർ സ്ഥലത്തിന് മേളിൽ ഞാൻ കളി. ഈ കൊല്ലവും ഞാൻ 8 ഏക്കർ സ്ഥലം കള കളിക്കുക. ഇപ്പോൾ ഒരു 200 ഞാൻ കുഴിയെടുത്തു. നട്ടുകൊണ്ടിരിക്കുന്ന രംഗമായി കാണുന്നത്. പിന്നെ ചേമ്പ, ചേന ഉണ്ട്. പിന്നെ ഒരു കുഴപ്പമുണ്ട്, 40% നനവുണ്ടായിരിക്കണം. ഇറങ്ങിയ മണ്ണിൽ വലിയ പാടല്ലേ. പൂതും കൊണ്ടൊന്നും പൊട്ടുകയില്ല. അതിനുള്ള ശേഷം ഇത് തുമ്പയും കൊണ്ട് കല്ലെടുപ്പിക്കുന്നവരെ ഇതിന് ഇത്രയല്ലേ ഉള്ളൂ. മാൻ പവറല്ലേ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്നേ. കാരണം ചെയ്താൽ 10 കുഴി എടുത്ത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അത് തീർന്നു. പിന്നെ ഇഞ്ചിക്കണ്ടം വെട്ടാം, മഞ്ഞൾ കണ്ടം വെട്ടാം, ഇങ്ങനെ ഏരി വലിച്ചു വിടാം. ഇതെല്ലാം സകല പരിപാടികൾക്കും ഇത് ഉപയോഗിക്കാം. ഇതിപ്പോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് വരുന്നവനെ കടയിൽ ചെന്നിട്ട് ഇതുപോലെ ഒരു മിഷൻ വാങ്ങണമെങ്കിൽ, ഈ സംവിധാനത്തോടു കൂടി വാങ്ങണമെങ്കിൽ ഏറെക്കുറെ എത്ര തുകയാവും? ചൈനയുടെ സാധനം മേടിക്കുകയാണെങ്കിൽ 15,000 രൂപ. കിസാൻ ക്രാഫ്റ്റ് ഇത് ഈ സാധനം ചേരുന്നുണ്ട്. അപ്പൊ ഈ സാധനം കൂടെ വെച്ചപ്പോൾ 20-22 രൂപ പരിപാടി തീർന്നു. അപ്പൊ അതിന്റെ പുല്ല് വെട്ടുന്ന മെഷീൻ മൗത്തുണ്ട്. ആ മൗത്ത് കൂടെ കൂട്ടി മേടിച്ചാൽ മതി. ഇത് ഇവിടെ വെച്ച് ഊരി മാറ്റിയിട്ട് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഇവിടെ ഒരു പിടുത്തമുള്ളൂ. ഈ പിടുത്തം കറക്റ്റ് ആയിട്ട് നിന്നില്ലെങ്കിൽ കല്ലാക്കൂട്ടി വലിക്കുമ്പോൾ ഈ സാധനം ഊരിപ്പോരും. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ബിൽഡ് ചെയ്ത് കയറ്റി ഇവിടെ കയറ്റിട്ട് ഇവിടെ ലോക്ക് ഇട്ട് മുറുക്കി കെട്ടിയെടുക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും പിന്നെ അഴുക്കിയില്ല. എന്നാലും ഒരു ആവറേജ് ഒരു 20,000 രൂപ മണിക്ക് 20,000 കൊടുത്താൽ ചൈനയുടെ സാധനം കിട്ടും. ഒറിജിനൽ സാധനം ഇത് ഒലിയമാക്കന്റെ മെഷീൻ സാധനം കൂടെ കിടന്നെങ്കിൽ 50,000 കിടന്ന ഒരു തലമുറക്ക് കിടക്കും. അതിന്റെ ആവശ്യമില്ല. ചൈനയുടെ സാധനം നമ്മൾ യൂസ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.